പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ആൽബർട്ട് റോക്കി. കേരള കലാവിധി എന്ന ഞങ്ങളുടെ സാമൂഹ്യ സാംസ്കാരിക സംഘടന കൊല്ലത്തെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ 20 വർഷം പിന്നിടുന്നു. 20 വർഷവും ഞങ്ങളെ സഹായിച്ച, സഹകരിച്ച ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഒപ്പം കേരള കലാവിധിയുടെ 20ാമത് വാർഷികാഘോഷ പരിപാടികൾ സവിനയം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. മങ്ങാട് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മങ്ങാട് മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ അതിൻ്റെ മാതൃസംഘടന കേരള കലാവേദിയാണ്. നിങ്ങളുടെ പ്രോത്സാഹനം എക്കാലവും ഉണ്ടാവണമെന്ന് സവിനയം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ കേരള ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ചടം സ്വീകരിച്ചെത്തിയാണ് വിവരണങ്ങളിലുള്ള ആവശ്യമില്ല. ഈ പ്രതിഭകളൊക്കെ ഇവരൊക്കെ തന്നെ പ്രതിഭകളാണ്. എല്ലാവരെയും പരിചയപ്പെടുത്താൻ സമയപരിമിതി കൊടുക്കുന്നത് മാത്രമല്ല, ഇത്തരം പ്രതിഭകൾ ഒത്തുചേർന്നതാണ് യഥാർത്ഥത്തിൽ കേരള കലാവേദിയിലെ ഈ 20ാമത് വാർഷികാഘോഷത്തിന്റെ സന്തോഷം. വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കലാകാരന്മാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എനിക്ക് നല്ല സമയങ്ങളുണ്ടായിരുന്നു. ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് മുൻപിൽ നിൽക്കുന്നത്. ഡിക്ലെയർ ചെയ്തൊക്കെ പറയാൻ പാടുള്ളൂ. എങ്കിലും പോകാനുള്ള സമയക്കുറവിനെ പറ്റി പറയുമ്പോൾ അത് പറയണമല്ലോ. അതല്ലാതെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അത് MLA ആയിരുന്നപ്പം കൊല്ലം മണ്ഡലം നമ്മളൊരു കാരണത്ത് കയറി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കൊല്ലം മണ്ഡലമൊക്കെ എല്ലാം കൂടെ 2-3 മണിക്കൂർ കൊണ്ട് ചുറ്റി വരാവുന്ന ദൂരമേ ഉള്ളൂ. അത്ഭുതവുമായി ഇവരൊക്കെ എങ്ങനെയാണ് എഴുതുന്നത്, എങ്ങനെയാണ് അഭിനയിക്കുന്നത്, എങ്ങനെയാണ് നാടകം എഴുതുന്നത്, എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്, ഇതെല്ലാം തന്നെ അത്ഭുതത്തോടുകൂടി നോക്കി കണ്ടു വളരാനുള്ള ഒരു ഭാഗ്യം എനിക്ക് അന്ന് ലഭിച്ചിട്ടുണ്ട്. സമ്മേളനം വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി മനസ്സിലാക്കി.
പരിപാടി സമ്മേളനം 5 മണിക്കാണ്. 5 മണിക്ക് ഞാൻ പങ്കെടുത്താൽ എനിക്ക് ഇവിടെ എത്താനേ പറ്റില്ല. അവിടുന്ന് പോരാൻ എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചു. പിന്നെ ഞാൻ റാലി ക്രിസ്ത്യലീസ് കോളേജിൻ്റെ മുമ്പിൽ നിന്ന് തുടങ്ങിയപ്പോൾ ഞാൻ അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോരുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്താൻ പറ്റിയത്. നമ്മുടെ കൊല്ലത്തിൻ്റെ MLA-യും ഈ ചടങ്ങിൽ മുകേഷും പങ്കെടുത്തു. വാർഷിക ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ്. കൊല്ലത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ പതിറ്റാണ്ടുകളായി നിറസാന്നിധ്യമായി നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. കേരള കലാവേദിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു.